Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആംബുലൻസ് സർവീസ് അല്ലേ എടുത്തോണ്ടിരുന്നേ? യെസ് മാം. അതെ മാം. എത്ര വരെ എടുത്തു? ഇക്വിപ്മെന്റ്സില് സെക്കൻഡ് പോയിന്റ് വരെ, മൊബൈൽ ഡാറ്റ ടെർമിനൽ വരെ. അത് കഴിഞ്ഞ് എടുത്തില്ല, അത് കംപ്ലീറ്റ് ആക്കിയില്ല. എക്വിപ്മെന്റ്സ് ഡേറ്റ റെക്കോർഡ് ഡാറ്റ റെക്കോർഡ്സ് വരെ. ഡാറ്റ റെക്കോർഡ്സ് വരെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പാസീവ് വിഷ്വൽ വാർണിംഗ് കേട്ടോ. പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. അപ്പൊ പാസീവ് ആയിട്ടുള്ള, അതായത് നമ്മുടെ വിഷ്വൽ വാർണിംഗ്സ് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ നോക്കി അതിലുള്ളത് പിക്ചർ ക്ലിയർ ആണോ? ഈ പിക്ചേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പിക്ചർ കണ്ടിട്ടുണ്ടോ? ഈ പിക്ചർ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? എവിടെയൊക്കെയാ കണ്ടിരിക്കുന്നേ? എവിടേക്കാ കണ്ടിട്ടുള്ള ഈ പിക്ചറുകള്? ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലെ? ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോ ഇങ്ങനെയുള്ള സിംബലുകളൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ? അതുപോലെ തന്നെ ആംബുലൻസിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ഒക്കെ വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? ഈ ഫസ്റ്റ് സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പിക്ചറൊക്കെ കണ്ടിട്ടില്ലേ? ചിലർ വെക്കാറുണ്ടല്ലോ ഓരോ വാഹനങ്ങളില്. അതുപോലെ അവരുടെ യൂണിഫോമില്, ചില മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ യൂണിഫോമുകൾ, അതായത് ഒരു എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വഹിക്കുന്ന കോമൺ സിംബലുകളാണ് ഈ പാസീവ് വിഷ്വൽ വാർണിംഗിൽ കാണിച്ചിരിക്കുന്ന ഈ സിംബലുകൾ എന്ന് പറയുന്നത്. ഇവർ ഈ സിംബൽ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അതൊരു എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആംബുലൻസുകളൊക്കെ, അതുപോലെ ഈ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്ന പിക്ചർ ഇല്ലേ, ഈ ഒരു പാറ്റേൺ കാണിച്ചിരിക്കുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ കളറില്, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആംബുലൻസിന്റെ സൈഡുകളിലെ ഡോർ, ആംബുലൻസിന്റെ ആ ഒരു വാഹനത്തിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെയുള്ള പാറ്റേണുകൾ കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മുടെ പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ. അപ്പൊ ഈ ഒരു പിക്ചർ കാണിച്ചിട്ട് അത് ഏത് സിംബൽ ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ പിക്ചർ നോക്കുക, അത് എന്താണെന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട. പിക്ചർ എന്താണ്, അതിന്റെ പേര് എന്താന്ന് മാത്രം പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി ഫസ്റ്റ് കണ്ടാണ് സ്റ്റാർ ഓഫ് ലൈഫ്. സ്റ്റാർ ഓഫ് ലൈഫ്, ആ ഒരു പിക്ചർ നോക്കി കണ്ടോ? ആ ഒരു സിംബൽ ആണ് സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സിംബൽ കാണിച്ചിട്ട് ഇത് ഏത് സിംബലിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ സിംബലിന്റെ പേര് എന്താണ് എന്നുള്ളത് ചോദിക്കാം. അപ്പൊ അവിടെ ആ ഒരു സിംബല് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റാർ ഓഫ് ലൈഫ് ആണ്. നെക്സ്റ്റ്, ഈ റെഡ് ക്രോസിലൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ റെഡ് ക്രോസിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു അവർ യൂണിഫോം ഒക്കെ ഇട്ടെന്ന് കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ വൈറ്റില് ഇങ്ങനെയുള്ള ആ ഒരു മാർക്കിംഗ് കണ്ടിട്ടില്ലേ? സ്കൂളുകളിലൊക്കെ നമ്മുടെ റെഡ് ക്രോസ് ടീമിലൊക്കെ ഉള്ളവര്. അത് തന്നെ എവിടെയും. അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. അപ്പൊ നോക്കിയേ, റെഡ് ക്രോസിന്റെ അല്ലെ, ആ റെഡ് കളറില് ഒരു ക്രോസ് പോലെ വന്നിരിക്കുന്ന അല്ലെ, ഒരു പ്ലസ് പോലെ വന്നിരിക്കുന്ന ഒരു ചിഹ്നമാണ് റെഡ് ക്രോസ്. അത് തന്നെ ഒരു സി ഷേപ്പിൽ വരുന്നതാണെങ്കിൽ റെഡ് ക്രസന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മാൾട്ടീസ് ക്രോസ്. ഇത് നാലും നമുക്ക് പഠിക്കാനുള്ള പാസീവ് വിഷ്വൽ വാർണിംഗുകളാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഇവിടെ ഫെമിലിയർ ആയിട്ടുള്ളത് ആദ്യത്തെ രണ്ടെണ്ണമാണ് അല്ലെ? നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും ഒക്കെയാണ് അല്ലെ? അപ്പൊ അതിന്റെ മറ്റു രണ്ടിന്റെയും കൂടി പേരുകള് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഏത് സിംബലാണ് ഈ ഒരു പിക്ചർ, ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത് ഏത് സിംബലിനെയാണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ 4 സിംബലുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് സ്റ്റാർ ഓഫ് ലൈഫ്, സെക്കൻഡ് വൺ പറഞ്ഞത് റെഡ് ക്രോസ്, തേർഡ് വൺ പറഞ്ഞത് റെഡ് ക്രസന്റ്, ഫോർത്ത് വൺ ആണ് മാൾട്ടീസ് ക്രോസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നോക്കി, ആംബുലൻസിൽ ഇതിങ്ങനെയുള്ള പാറ്റേണുകളായിട്ട്, അതായത് രണ്ട് കോൺട്രാസ്റ്റിംഗ് കളറുകൾ, രണ്ട് വ്യത്യാസപ്പെട്ട കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് പാറ്റേണുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അത് ചിലപ്പോൾ നമുക്ക് ബ്ലൂ, എന്താണ് റെഡും വൈറ്റും ആയിട്ടുള്ള മിക്സ് ചെയ്ത് വരാം. അങ്ങനെ ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകളാണ് അതിന് വേണ്ടി യൂസ് ചെയ്യാറ് അല്ലെ? അതുപോലെ തന്നെ ഗ്രീനും യെല്ലോ കളറിലും ഉണ്ട്. അങ്ങനെ ഓരോ ആംബുലൻസിനനുസരിച്ച് കളറുകളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാലും കുറച്ചുകൂടി അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് കളറുകൾ എടുത്ത്, രണ്ട് വ്യത്യസ്ത കളറുകൾ എടുത്ത്
ഒരു പാറ്റേൺ പോലെ എന്ത് ചെയ്യുന്നു, ആംബുലൻസ് വാഹനത്തിന് പുറമെ ഈ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇനി അതിനാ പറയുന്ന ആ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് പാറ്റേൺബർഗ് മാർക്കിങ്സ് ആർ എ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിങ്സ്. വളരെ വിസിബിൾ ആവാൻ വേണ്ടി, അത് നമുക്ക് എത്ര ദൂരെ നിന്നാലും നോക്കിയാൽ പോലും പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്, പാറ്റേൺബർഗ് മാർക്കിങ്സ്. അപ്പൊ ആ ഒരു പേരും പഠിച്ചിരിക്കുക കേട്ടോ, പാറ്റേൺബർഗ് മാർക്കിങ്സ് ഉള്ളത്. ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞത് പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. നമുക്കറിയാം ഒരു ആംബുലൻസ് പോയാൽ നമ്മൾ ഒരു ആംബുലൻസ് ആണെന്ന്, ഒരു വാഹനം ആംബുലൻസ് ആണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കുറച്ച് സൂചനകൾ നൽകുമല്ലോ, ഒരു മുന്നറിയിപ്പ് നൽകുമല്ലോ, അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ നമുക്കൊരു ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം നമ്മൾ കണ്ടു കഴിയുമ്പോൾ, അത് ഏതൊരു വാഹനം കണ്ടു കഴിയുമ്പോൾ അത് ഇന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഒരു ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. എന്തൊക്കെയാ ഉണ്ടാവുക, ഇങ്ങനെയുള്ള മാർക്കിങ്ങുകൾ കണ്ട് നമുക്ക് ആംബുലൻസ് ആണെന്ന് തിരിച്ചറിയാം. പറ്റില്ലേ, പറ്റുമോ? ഇങ്ങനെയുള്ള സിംബലുകൾ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാറ്റേണുകളൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ എഴുതി വെച്ചേക്കണ കാണുമ്പോൾ നമുക്കതൊരു ആംബുലൻസ് വാഹനമാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ. അതുകൂടാതെ എന്തെന്ന് പറയും, അവിടെ ഒരാൾ പറഞ്ഞു അല്ലെ, സൈറൻ അല്ലെങ്കിൽ സൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് കേൾക്കാലോ ആ ഒരു വാഹനം അവിടെ ആ സ്ഥലത്തേക്ക് എത്തിയില്ലെങ്കിൽ പോലും വാഹനം ദൂരെ നിന്ന് ആ വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം അല്ലെ. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വരുന്നത് എന്താണ്, ഒരു ആംബുലൻസ് ആണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവുമല്ലോ. അതുപോലെ തന്നെ മറ്റെന്താ ഉള്ളത്, വേറെ എന്തൊക്കെയാ നമുക്ക് ആ ഒരു ആംബുലൻസിലാന്ന് മനസ്സിലാവുന്നേ? ഇത് രണ്ടും മാത്രമല്ലോ സിംബലുകള്, അതുപോലെ ഇങ്ങനെയുള്ള സൈറനുകൾ അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമല്ലോ. ലൈറ്റ് കണ്ടിട്ടില്ലേ, ഫ്ലാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് മിന്നി കത്തുന്ന ലൈറ്റുകൾ കണ്ടിട്ടില്ലേ. അപ്പൊ അതൊക്കെ നമ്മുടെ പാസീവ് വിഷ്വൽ വാർണിംഗ്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്, ഓഡിബിൾ വാർണിംഗ്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിലും പറയുന്നത് കേട്ടോ. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പാസീവ് വിഷ്വൽ വാർണിംഗ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഒരു ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പുറത്ത് നമുക്ക് ഇങ്ങനെയുള്ള സിംബലുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാറ്റേണുകളൊക്കെ മാർക്ക് ചെയ്ത് ആ ഒരു ആംബുലൻസിന് പുറമെ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വാഹനം നമുക്ക് കാണുമ്പോൾ എന്തൊക്കെ പിക്ചറുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സിംബലുകൾ നമുക്ക് അതിൽ കാണാം, അതൊക്കെ പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. നോക്കാം നമുക്കിനി. Okay, passive visual warnings are generally part of the design of the vehicle. ആ ഒരു വാഹനത്തിന്റെ ഭാഗം, ആ ഒരു വാഹനം ഡിസൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. And the usage of high contrast patterns are involved. നമുക്കറിയാം ഇങ്ങനെയുള്ള ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഹൈലി വിസിബിലിറ്റി ഉള്ള കളറുകൾ യൂസ് ചെയ്തുകൊണ്ട് പാറ്റേണുകൾ ഉണ്ടാക്കി അതെന്ത് ചെയ്യുന്നു, ആ ഒരു വാഹനത്തിന് പുറത്ത് എന്ത് ചെയ്ത് വെക്കും, പെയിന്റ് ചെയ്ത് വെക്കും അല്ലെ. അതിനെ വിളിക്കുന്ന പേരെന്താണ്, പാറ്റേൺബർഗ് മാർക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. Then older ambulances and those in developing countries are more likely to have their pattern painted out. ഓൾഡർ ആംബുലൻസിലാണെങ്കിൽ ജസ്റ്റ് ഈ പാറ്റേണുകൾ എന്ത് ചെയ്യും, പെയിന്റ് ചെയ്ത് മാത്രമേ വെക്കുള്ളൂ ആ ഒരു ആംബുലൻസിന് പുറമെ. എന്നാൽ നമ്മുടെ മോഡേൺ ആംബുലൻസസ്, whereas modern ambulances normally carry retroreflective designs which reflect light from car headlights or torches. But modern ആയിട്ടുള്ള ആംബുലൻസുകൾ ആയി കഴിഞ്ഞപ്പോ നമുക്ക് കുറെ വ്യത്യാസങ്ങളൊക്കെ മോഡേൺ ആവുമ്പോൾ വരുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് മോഡേൺ ആംബുലൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഇവിടെ ഈ പാറ്റേണുകൾ ജസ്റ്റ് പെയിന്റ് ചെയ്ത് വെക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതൊരു റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ആംബുലൻസ് വാഹനം നേരെ ശരിയാണ്, അതിന് ഓപ്പോസിറ്റ് വരുന്നത് കൂടുതലും രാത്രി കാലങ്ങളിലെ കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് കേട്ടോ. അപ്പൊ രാത്രിയൊക്കെ ഒരു ഓപ്പോസിറ്റ് ഒരു വാഹനം, ഒരു കാറ് വരികയാണെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലൈറ്റ്, ഇപ്പൊ കാറിന്റെ ഹെഡ്ലൈറ്റ് ആവാം അല്ലെങ്കിൽ ഒരു വ്യക്തി ടോർച്ച് അടിക്കുന്നതാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ഈ പെയിന്റിലേക്ക് ഈ ലൈറ്റ് വന്നടിച്ചിട്ട് അതെന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യാന്ന് പറയുന്ന പ്രതിഫലിക്കും അല്ലെ. അപ്പൊ ആ
ഒരു ലൈറ്റ് എന്ത് ചെയ്യാം, ആ ലൈറ്റ് ഈ ഒരു പേജിൽ വന്നടിക്കുന്ന സമയത്ത് ഈ പെയിന്റ് അടിച്ചിരിക്കുന്ന ആ പാറ്റേൺ എന്ത് ചെയ്യും, കുറച്ചുകൂടി നല്ല രീതിയിൽ ഗ്ലോ ആയിട്ട് പ്രതിഫലിക്കും. അപ്പൊ അത് ഇതിന് വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരെ നിന്നും ഇങ്ങനെയുള്ള ഒരു ലൈറ്റ് ഇതിൽ വന്ന് തട്ടുകയാണെങ്കിൽ ഒരു ആംബുലൻസ് വരുന്നത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം രൂപം കിട്ടും അല്ലെ, ഒരു ആംബുലൻസ് ആണ് ആ വഴിയിലൂടെ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റിട്രോ റിഫ്ലക്റ്റീവ് ലൈറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാറ്റേണുകൾ അതിന്റെ കൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മോഡേൺ ആയിട്ടുള്ളതിൽ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെയിന്റിങ്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പാറ്റേൺ ചെയ്യുന്നത്. ഇനി ഓൾഡർ ആയിട്ടുള്ള ആംബുലൻസുകളിലാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു പാറ്റേൺ പെയിന്റ് ചെയ്ത് വെക്കാൻ മാത്രമാണ്, അത് പ്രതിഫലിക്കുകയൊന്നുമില്ല. അത് നമുക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അടുത്തെത്തുമ്പോൾ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. എന്നാൽ പകലത്തെ കാര്യമില്ലാട്ടോ പറയുന്നത്, രാത്രിയാണ് കൂടുതലും അതിന് ഉപകാരം. അതേസമയം മറ്റേ നമ്മുടെ മോഡേൺ ആംബുലൻസുകളിലാണെങ്കിൽ ഇത് റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ട്, അതായത് പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റുകളൊക്കെ ഇതിൽ അടിക്കുമ്പോൾ അതെന്ത് ചെയ്യും, ആ പെയിന്റിംഗ് പ്രതിഫലിക്കും അല്ലെ. ആ ലൈറ്റ് പ്രതിഫലിക്കുന്നതോടൊപ്പം തന്നെ കുറച്ചുകൂടി തിളങ്ങി അല്ലെങ്കിൽ മിന്നി തിളങ്ങി നമുക്കത് കാണാനായിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പാറ്റേണിനെയാണ് നമ്മൾ ബാറ്റൺബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. Then another passive marking form is the word ambulance. അപ്പൊ നമ്മൾ പാസീവ് ആയിട്ടുള്ളതില് ഒരു 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാസീവ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റും. പാസീവിൽ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഈ മാർക്കിംഗ് എന്ന് പറയുന്നത്, അതായത് ബാറ്റൺബർഗ് മാർക്കിങ്സ്. ക്ലിയർ ആയോ? ബാറ്റൺബർഗ് മാർക്കിങ്സ് എന്ന് പറയുന്നത് എന്താ, ആംബുലൻസിന് സൈഡുകൾ പുറമേ ആംബുലൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിന് മുകളിൽ നമ്മൾ ഇങ്ങനെയുള്ള മാർക്കിംഗ് ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകൾ യൂസ് ചെയ്തുകൊണ്ട് പാറ്റേൺസ് ആയിട്ട് ഡിസൈൻ ചെയ്ത് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഓൾഡർ ആംബുലൻസിനാണെങ്കിൽ ജസ്റ്റ് അത് പെയിന്റ് ചെയ്ത് വെക്കാൻ മാത്രമാണ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്നാൽ മോഡേൺ ആംബുലൻസിനാണ് അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് പെയിന്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള പെയിന്റുകളും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് അപ്പൊ അവിടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ഹെഡ്ലൈറ്റിൽ നിന്നും ലൈറ്റ് വന്നടിക്കുമ്പോൾ ഈ പെയിന്റിൽ നിന്നും ആ ഒരു ലൈറ്റ് പ്രതിഫലിക്കുകയും ക്ലിയർ ആയിട്ട് നമുക്ക് ഈ പാറ്റേണുകളും ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണാനും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് സാധിക്കുന്നു. ക്ലിയർ ആയോ ആ ഒരു ബാറ്റൺബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അനദർ പാസീവ് മാർക്കിംഗ്. ഇപ്പൊ ഒന്നാമത്തെ പാസീവ് ആയിട്ടുള്ള വിഷ്വൽ ആണെങ്കിൽ ഒന്നാമത്തെ വരുന്നതാണ് ഈ ബാറ്റൺബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നതാണ് ദ വേർഡ് ആംബുലൻസ്. ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? ആംബുലൻസിന്റെ മുകളില് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ആംബുലൻസിന് എന്ന് പറയുന്ന വാഹനത്തിന് മുകളിൽ ആംബുലൻസിന് വേണ്ടി എഴുതിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? എങ്ങനെ എഴുതിയാല്? തിരിച്ച് അല്ലെ, റിവേഴ്സ് ആയിട്ടല്ലേ എഴുതി വെക്കാറ്. അതെന്തിനു വേണ്ടിയാ അങ്ങനെ റിവേഴ്സ് ആയിട്ട് എഴുതുന്നേ? എന്തിനു വേണ്ടിയാ അറിയില്ല. ഓക്കെ, അതെ, നമ്മള് വാഹനം ഓടിക്കുന്നവരൊക്കെ ഉണ്ടോ അതില്? അല്ലെ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഏതിലൂടെ, ഇപ്പൊ ബാക്കിലൂടെ ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലൂടെയാണ് നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാണോ ബാക്കിൽ മറ്റൊരു വണ്ടി വരുന്നുണ്ടെന്ന് അറിയുന്നേ? നമ്മൾ അതെ, നമ്മുടെ സൈഡിലുള്ള സൈഡ് മിറർ അല്ലെ, റിയർ വ്യൂ മിററിലൂടെ നോക്കിയാണ് നമ്മള് ബാക്കിലൂടെ മറ്റേതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് അല്ലെ, തിരിഞ്ഞല്ലോ നോക്കുന്നത്. അപ്പൊ ആ ഒരു സൈഡിൽ മിററിലൂടെ, ആ റിയർ വ്യൂ മിററിലൂടെ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ പോകുന്ന ആളുകൾക്ക് ആ മിററിലൂടെ നോക്കുന്ന സമയത്ത് പിന്നിലൂടെ ഒരു ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ ആ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ച് സിമ്പിൾ ആയിട്ട് അത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരെ തിരിച്ചെഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ കൃത്യമായിട്ട് നമുക്ക് ആംബുലൻസ് തന്നെ വായിക്കാനായിട്ട് പറ്റും. ആ ഫ്രണ്ടിൽ പോകുന്ന വാഹനം ഓടിക്കുന്നവരുടെ ക്ലാസ്സിൽ നമുക്ക് ഇത് നോക്കുമ്പോൾ എന്താണ്, കൃത്യമായിട്ട് ആംബുലൻസ് എന്ന് എഴുതി തന്നെ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അതേസമയം ഈ വാഹനത്തിന് മുകളില് ആംബുലൻസ് ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലോ ആ ഒരു മിററിൽ വരുമ്പോൾ അത് എന്തായിരിക്കും, നേരെ തിരിഞ്ഞല്ലേ അവർക്ക് വായിക്കാൻ പറ്റുള്ളൂ. അവർ തിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതേസമയം നേരെ തിരിച്ചാണ് ഇതിന് മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മിററിൽ നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് വായിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
നോക്കിയേ, അതാണ് രണ്ടാമതായിട്ട് പറയുന്ന ഒരു പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. അനദർ പാസീവ് മാർക്കിംഗ് ഫോം ഇസ് ദ വേർഡ് ആംബുലൻസ്. ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് or local language alternative illustrated in reverse in the front of the vehicle. അല്ലെ, അപ്പൊ ആ ഒരു മാർക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് ആ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. This enables drivers of other vehicles to simply identify an approaching ambulance in their rear view mirror. അവർക്ക് ആ ഒരു ഓപ്പോസിറ്റ് ഫ്രണ്ടിൽ പോകുന്ന വാഹനം ഓടിക്കുന്നവർക്ക് അവരുടെ റിയർ വ്യൂ മിറർ, അവർ ആ സൈഡിലുള്ള റിയർ വ്യൂ മിററിലൂടെ നോക്കുന്ന സമയത്ത് അവർക്ക് സിമ്പിൾ ആയിട്ട് ഒരു ആംബുലൻസ് ആണ് വരുന്നതെന്ന് വായിക്കാനും അതിനെ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു വേർഡ് ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. Then ambulances may display the name of their owner or operator. അതുപോലെ തന്നെ നിങ്ങൾ ആംബുലൻസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരുടെ ഓണറിന്റെ നെയിം അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ നെയിം ഒക്കെ എഴുതിയിട്ടുണ്ടാവും ആ ഒരു ആംബുലൻസിന്റെ പുറത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ഇവരെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് അവർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ളതാണെങ്കിൽ അതിന്റെ പേരിങ് ഒക്കെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? സാന്ത്വനം അല്ലെങ്കിൽ കാരുണ്യ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പേരുകള്. അപ്പൊ അങ്ങനെയുള്ള, അതായത് ആ ഓപ്പറേറ്ററിന്റെ അല്ലെങ്കിൽ ആ ഓണറുടെ ഒക്കെ പേരുകള് ആ ഒരു ആംബുലൻസിന് മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എമർജൻസി ടെലിഫോൺ നമ്പർ ഫോർ ദ ആംബുലൻസ് സർവീസ്. ആംബുലൻസ് സർവീസിന് വിളിക്കാൻ ആവശ്യമായ എമർജൻസി ടെലിഫോൺ നമ്പറുകളും ഈ ഒരു ആംബുലൻസിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആംബുലൻസിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. ആൻഡ് ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽ ഡിസ്പ്ലേഡ്. അതുപോലെ തന്നെ ആംബുലൻസിന് മുകളിലായിട്ട് നമ്മുടെ ഇങ്ങനെയുള്ള സിംബലുകൾ, ഇപ്പൊ സ്റ്റാർ ഓഫ് ലൈഫോ അല്ലെങ്കിൽ ആംബുലൻസിന് ആ ഒരു റെഡ് ക്രോസിന്റെ ചിഹ്നമോ അങ്ങനെയുള്ള സിംബലുകളും ഈ ഒരു ആംബുലൻസിന് പുറത്ത് ഉണ്ടായിരിക്കും. അതൊക്കെ എന്തിൽ വരുന്ന? പാസീവ് വിഷ്വൽ വാർണിംഗിന് വരുന്നതാണ്. പാസീവ് വിഷ്വൽ വാർണിംഗിന്റെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പാസീവ് വിഷ്വൽ വാർണിംഗിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ ബാറ്റൻബർഗ് മാർക്കിങ്ങുകളാണ്. ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പെയിന്റ് കളറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു വാഹനത്തിന്റെ പുറത്ത് എങ്ങനെ ഇത് മോഡേൺ ആയിട്ടുള്ളതാണെങ്കിൽ, ഓൾഡ് ആയിട്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് പെയിന്റ് ചെയ്ത് വെക്കുള്ളൂ. മോഡേൺ ആയപ്പോൾ അത് കുറച്ചുകൂടി റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെയിന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പെയിന്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞത് ആ വേർഡ് എന്ന് പറയുന്ന ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് ആ ആംബുലൻസ് വാഹനത്തിന്റെ ഫ്രണ്ടിലായിട്ട് നേരെ റിവേഴ്സ് ആയിട്ടായിരിക്കും എഴുതിയിരിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രണ്ടിലൂടെ പോകുന്ന വാഹനത്തിന് അവരുടെ റിയർ വ്യൂ മിററിലൂടെ നോക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് ഇതൊരു ആംബുലൻസ് ആണ് തൊട്ട് ബാക്കിലൂടെ കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ വേർഡ്, ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആ ഒരു ആംബുലൻസിൽ ആ എമർജൻസി നമ്പറുകൾ ഉണ്ടായിരിക്കും. ആംബുലൻസ് സർവീസിന് ആവശ്യമായിട്ടുള്ള എമർജൻസി നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റെന്താ ഉണ്ടാവുക? ആ ഓണറിന്റെ അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ പേരും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിംബലുകളും ഈ ഒരു ആംബുലൻസിന് പുറമെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? പാസീവ് വിഷ്വൽ വാർണിംഗ്. ഓക്കെ, എന്തായാലും ഒരു റെസ്പോണ്ട് ചെയ്യാത്തെ? ക്ലിയർ ആയില്ലേ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. ആക്റ്റീവ് ആകുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ആവും അല്ലെ. പാസീവ് ആയിട്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് ആ ഒരു വാഹനം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ആ ഒരു വാഹനത്തിന് പുറമെ നിന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഈ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുമ്പോ ഇവിടെ വരുന്ന പ്രധാനമായിട്ട് വരുന്നത്, നിങ്ങൾ ഫ്ലാഷ് ലൈറ്റുകൾ കണ്ടിട്ടില്ലേ? റൊട്ടേറ്റ് ചെയ്യുന്ന ലൈറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ആംബുലൻസിന്റെ ആ സൗണ്ടോട് കൂടി തന്നെ നമ്മൾ ആ ബോളിൽ ഇങ്ങനെ കറങ്ങുന്ന ലൈറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് നമ്മുടെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നത്. അപ്പൊ ഓരോന്നും അതിനുള്ളിൽ വരുന്ന 2-3 പോയിന്റ്സ് ഉണ്ടല്ലോ, അത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് നോക്കിയേ. യൂഷ്വലി ദ വിഷ്വൽ സിഗ്നൽസ് ഫോർ ദ ടാസ്ക് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റുകൾ. ഫ്ലാഷിംഗ് ലൈറ്റുകൾ, മിന്നി കത്തുന്ന ലൈറ്റുകളാണ് നമ്മുടെ ഈ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ പ്രധാനമായിട്ടും വരുന്നത്. These flashing
in order to attract the attention of other road users and the ambulance approaches. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് പോകുന്നത്. ആ മറ്റ് റോഡ് യൂസ് ചെയ്യുന്ന മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ആംബുലൻസ് അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ള മിന്നി കത്തുന്ന ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത് അല്ലെ. അതുപോലെ to provide warning to motorists approach me stopped ambulance in a dangerous position on the road. അല്ലാന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഡേഞ്ചറസ് പൊസിഷനിൽ ആംബുലൻസ് ഏതെങ്കിലും റോഡിൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് നിർത്തിയിടേണ്ടതായിട്ട് വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ ആ വരുന്ന മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നവർക്ക് അവർ അടുത്ത് വരുമ്പോൾ അവർക്ക് മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ അല്ലെങ്കിൽ മിന്നി കത്തുന്ന ലൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ആംബുലൻസിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ആംബുലൻസിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. അപ്പൊ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ ഈ ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ആംബുലൻസ് ആ ഒരു റോഡിന്റെ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു ആംബുലൻസ് അവിടേക്ക് എത്തുന്നുണ്ട് എന്ന് മറ്റ് റോഡിലുള്ള റോഡ് യൂസേഴ്സ് മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ആംബുലൻസ് അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഡേഞ്ചറസ് പൊസിഷനിൽ റോഡില് ഈ ആംബുലൻസുകളെ ഏതെങ്കിലും രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിർത്തിയിടേണ്ടതായിട്ട് ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ മറ്റു മോട്ടോറിസ്റ്റുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ ഒരു ആംബുലൻസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവണമല്ലോ. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. Okay, then common colors for ambulance warning beacons are blue, red, amber and white clear. However, the colors may differ by country. ഇനി ഇവിടെ കോമൺ കളേഴ്സ് ഈ ഒരു ആംബുലൻസിലെ ഈ ഫ്ലാഷിംഗ് ലൈറ്റുകളിൽ യൂസ് ചെയ്യുന്ന കോമൺ കളറുകളാണ്. എന്തൊക്കെയാന്ന് നോക്കിയേ, വാർണിംഗ് കളറുകള് ആ ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറാണ് കേട്ടോ. ബ്രൗണിഷ് യെല്ലോ കളർ ഉണ്ട്, അതുപോലെ തന്നെ ക്ലിയർ വൈറ്റും ഉണ്ട്. ഇതെല്ലാം ഇത് നാലും കോമൺ ആയിട്ട് ആംബുലൻസിലെ ഈ ലൈറ്റുകൾ ഫ്ലാഷിംഗ് ലൈറ്റുകളിൽ യൂസ് ചെയ്യുന്ന കോമൺ കളറുകളാണ്. ബ്ലൂ, റെഡ്, ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറ് ആൻഡ് വൈറ്റ്, ഇത് ക്ലിയർ വൈറ്റ് കളർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ കൺട്രിക്ക് അനുസരിച്ച് ഈ കളേഴ്സിൽ വ്യത്യാസം വരാം. Okay, next നോക്കിയേ, there are several technologies presently used to achieve the flashing effect. അല്ലെ, നമുക്കറിയാം ഈ ഒരു മിന്നി കത്തുന്ന ലൈറ്റുകൾ പലതരത്തിൽ ഇപ്പൊ നമ്മുടെ പുതിയ ടെക്നോളജി വന്നപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒത്തിരി ടെക്നോളജീസ് പുതിയത് വന്നതിനനുസരിച്ച് ഈ ലൈറ്റുകളിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. These include flashing light bulb or LED ബൾബുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഫ്ലാഷിംഗ് ഓഫ് റൊട്ടേറ്റിംഗ് ഹാലോജൻ, കണ്ടിട്ടില്ലേ റൊട്ടേറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ നമ്മുടെ ആംബുലൻസിന് മുകളിൽ, അതിനെയാണ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലാഷിംഗ് ഹാലോജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രോബ് ലൈറ്റുകൾ, അതായത് which are commonly brighter than incandescent light. incandescent light എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന അല്ലെങ്കിൽ ജ്വലിക്കുന്ന ലൈറ്റുകൾ. സാധാരണ നമ്മൾ തിളങ്ങുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനെ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ. അതായത് ഇതിങ്ങനെ നമ്മുടെ ട്യൂബ് പോലെ ഇങ്ങനെ നീളത്തില് നമ്മുടെ ഈ ആംബുലൻസിലേക്ക് മുകളിലെ കോർണർ സൈഡുകളില്ലേ, രാത്രിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ആ ഒരു ആംബുലൻസിന്റെ മുകൾ വശത്ത് ഇങ്ങനെ കോർണറുകളിലായിട്ട് ഇങ്ങനെ ചുറ്റും ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായില്ലേ, ഉണ്ടാവാറില്ലേ? അതിനെയാണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രോബ് ലൈറ്റുകൾ അത് കുറച്ചും കൂടി ബ്രൈറ്റർ ആണ് അല്ലെ. നമുക്ക് രാത്രിയൊക്കെ ഭയങ്കര തിളക്കത്തിൽ നമുക്ക് തോന്നും അതൊക്കെ കാണുമ്പോൾ. അതുപോലെയുള്ള ലൈറ്റുകൾ, റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹാലോജൻ ലൈറ്റുകൾ, LED ലൈറ്റുകൾ പോലെയുള്ളതൊക്കെ പുതിയ ടെക്നോളജീസ് വന്നതിനനുസരിച്ച് നമ്മുടെ ആംബുലൻസിൽ വന്നിരിക്കുന്ന ഒത്തിരി ടൈപ്പിലുള്ള ലൈറ്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആളുകൾക്ക് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിഷ്വൽ വാർണിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. And so, as to increase safety, it is the best practice to have 360 coverage with the active warnings, enhancing the chance of the vehicle being seen from all sides.
ഇതെന്തിനു വേണ്ടി ഇങ്ങനെ ലൈറ്റ് കൊടുക്കുന്നത് തന്നെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാൻ അല്ലെ, നമ്മുടെ സുരക്ഷിതത്വം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ബെസ്റ്റ് പ്രാക്ടീസ്, ഇതൊരു 360 ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്റ്റീവ് വാണിംഗാണ്. അതായത് ഈ ഒരു ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ആംബുലൻസിന്റെ ഏത് ഭാഗത്ത് നിന്ന് അതിന്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റണം. അപ്പൊ ആ ഒരു ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അത് ഒരു ഫ്രണ്ടിലോ ബാക്കിലോ മാത്രം പോലെ അതിന് ചുറ്റും ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഈ ലൈറ്റുകൾ കാണത്തക്ക രീതിയിൽ 360 ആംഗിളിൽ നിന്ന് നോക്കിയാൽ, അതായത് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും കൃത്യമായിട്ട് ഈ ഒരു ആംബുലൻസ് ആണ്, ഒരു വാഹനമാണ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ലൈറ്റ്, ആക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് വാർണിംഗ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ആംബുലൻസ് വന്ന് ഈ ലൈറ്റുകൾ ഇട്ട് നിൽക്കുന്ന ഒരു ആംബുലൻസ് ഏത് ഭാഗത്ത് നിന്ന് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് എന്താണ് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്. ആ ഫ്ലാഷിംഗ് ലൈറ്റുകൾ മിന്നി മിന്നി കത്തുന്ന ലൈറ്റുകൾ, അതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ പ്രധാനമായിട്ടും വരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ ഒരു ആംബുലൻസ് വരുന്നുണ്ടെന്ന് ആളുകൾക്ക് ബോധ്യം. അപ്പൊ മറ്റുള്ള ആളുകൾക്ക് എന്താ, ആംബുലൻസ് വരുന്ന സമയത്ത് തിരക്കുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർക്ക് വഴി മാറിക്കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് അല്ലെ, ആംബുലൻസിൽ സുഗമമായിട്ട് പോവാൻ വേണ്ടിയിട്ട് ഒരു വഴി ഒരുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് അത് മനസ്സിൽ ഒരു ആംബുലൻസ് വരുന്നുണ്ടെന്ന് മനസ്സിലായാലല്ലേ അവർക്ക് അതിനുള്ള ആ ഒരു വഴി ഒരുക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിന്റെ പല കളറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്രൗണിഷ് യെല്ലോ ആയിട്ട് ആംബർ കളർ ഉണ്ട്, ക്ലിയർ വൈറ്റ് ഒക്കെ ഉണ്ട്. അത് ഓരോ കൺട്രി അനുസരിച്ച് ഈ കളറിൽ വ്യത്യാസം വന്നിരിക്കും. അതുപോലെ തന്നെ പുതിയ പല ടെക്നോളജീസും വന്ന് അതിനനുസരിച്ച് ഈ ഫ്ലാഷിംഗ് ലൈറ്റുകളും കുറെ അധികം വ്യത്യസ്തമായിട്ടുള്ള പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ LED ലൈറ്റുകൾ വരുന്നുണ്ട്, ഹാലോജൻ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബൾബുകൾ വരുന്നുണ്ട്, സ്ട്രോബ് ലൈറ്റുകൾ കുറച്ചും കൂടി തിളങ്ങുന്ന അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിട്ടുള്ള സ്ട്രോബ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊരു 360 കവറേജ് കിട്ടാൻ, അതായത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇതൊരു ആംബുലൻസ് ആണ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആംബുലൻസിൽ. ക്ലിയർ ആയോ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓഡിബിൾ വാർണിംഗ്. ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഓഡിബിൾ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഓഡിബിൾ സൗണ്ട് അല്ലെ, സൗണ്ട് ആണ്. അപ്പൊ നമ്മുടെ സൗണ്ട് വഴി നമുക്ക് ആംബുലൻസ് വരുമ്പോ ഒന്ന് കേൾക്കാൻ പറ്റുന്ന ഏത് വഴിയാ? സൗണ്ടിലൂടെ. ഏതാണ് സൗണ്ട്? ഇപ്പൊ നമ്മൾ എന്ത് സൗണ്ടാണ് നമ്മൾ ഒരു ആംബുലൻസിൽ നിന്ന് കേൾക്കാറ്? സൈറണുകൾ അല്ലെ, സൈറണുകളല്ലേ നമ്മൾ കേൾക്കാറ്. അത് തന്നെയാണ് ഇവിടെ ഓഡിബിൾ വാർണിംഗിലും വരുന്നത് കേട്ടോ. ഓക്കെ, besides visual warnings, ambulances can be equipped with audible warning. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വാർണിംഗ് സൈൻസ് അല്ല, അത് കൂടാതെ തന്നെ നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ളത് സൗണ്ടുകളിലൂടെയുള്ള വാർണിംഗുകളും ആംബുലൻസുകളിൽ കൊടുക്കാറുണ്ട്. സംടൈംസ് നോൺ ആസ് സൈറൻസ് അല്ലെ, നമ്മൾ സൈറൻസ് എന്നാണ് പറയാറ് അല്ലെ, which can alert people and vehicle to the presence of an ambulance before they can be seen. നമുക്ക് എന്താണ്, ഒരു ആംബുലൻസ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സൈറൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു ആംബുലൻസ് ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാവില്ലേ? അതിന് വേണ്ടിയിട്ട്, അതായത് ഒരു ആംബുലൻസ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ, ഒരു ആംബുലൻസിന്റെ പ്രസൻസ് അവിടെ എത്തിയിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് അതിന് മുൻപേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സൈറൻ കേട്ടുകൊണ്ട് ആളുകൾക്ക് ഒരു ആംബുലൻസ് വാഹനം അതിലൂടെ കടന്നു വരാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. Then the first hearable warning are mechanic bells mounted to either the front of roof of the ambulance. അപ്പൊ ആദ്യകാലങ്ങളില് നമുക്ക് ഇങ്ങനെയുള്ള ഹിയറബിൾ, അതായത് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ട് വാർണിംഗ് എന്ന് പറഞ്ഞാല് മെക്കാനിക്കൽ ബെല്ലുകളായിരുന്നു. അത് നമ്മുടെ ആംബുലൻസിന്റെ ഫ്രണ്ട് ഏരിയയിൽ, ഫ്രണ്ട് ടോപ്പില് മൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള മെക്കാനിക്കൽ ബെൽസ് ഉപയോഗിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ ഹിയർ ചെയ്യാൻ പറ്റുന്ന ഈ സൗണ്ട് ഓഡിബിൾ ആയിട്ടുള്ള വാർണിംഗുകൾ കൊടുത്തുകൊണ്ടിരുന്നത്.
ഇനി വന്നു കഴിഞ്ഞപ്പോ മോഡേൺ ആയി കഴിഞ്ഞപ്പോ the most modern ambulances are now equipped with electronic സൈറനുകളായിട്ട് മാറിയത്, which produce a range of different noises which ambulance operators can use to attract more attention to themselves, especially when advancing through an intersection or in heavy traffic. മോഡേൺ ആംബുലൻസ് ആയി കഴിഞ്ഞപ്പോ ആദ്യകാലങ്ങളിൽ നമുക്ക് അവിടെ ഓഡിബിൾ വാർണിംഗ് അല്ലെങ്കിൽ ഹിയറബിൾ വാർണിംഗ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ ബെല്ലുകൾ ആംബുലൻസിന് മുകളിൽ ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ മോഡേൺ ആംബുലൻസ് ആയി കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? ഇലക്ട്രോണിക് സൈറനുകളായിട്ട് മാറി. അങ്ങനെയുള്ള ഇലക്ട്രോണിക് സൈറനുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴുള്ള ആംബുലൻസുകളെല്ലാം ഈ ഒരു ഓഡിബിൾ വാർണിംഗ് പ്രവർത്തിപ്പിക്കുന്നത്. വിച്ച് പ്രൊഡ്യൂസ് എ റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയ്സ്. അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു നമ്മുടെ ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് നമ്മളിപ്പോ ആ ഒരു ആംബുലൻസിനുള്ളിൽ ഇപ്പൊ ഡെഡ് ബോഡി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ പേഷ്യന്റ് ആണോ എന്നതിനനുസരിച്ച് ആംബുലൻസിന്റെ സൗണ്ടില് മോഡുലേഷൻസ് ഉണ്ടാവാറുണ്ട്, വോയിസ് മോഡുലേഷൻസ് ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ഒരേ സൗണ്ട് ആണോ ആംബുലൻസിന് ഉണ്ടാവുക? ഇല്ലല്ലോ, വ്യത്യാസം ഉണ്ടാവാറില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വോയിസ് മോഡുലേഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് വോയിസസ് നമ്മുടെ ആ ഒരു സൈറൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിക് സൈറനുകൾ ഉപയോഗിച്ച് ഡിഫറെന്റ് വോയിസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാ? വിച്ച് ആംബുലൻസ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ യൂസ് ടു അട്രാക്ട് മോർ അറ്റൻഷൻ ടു ദംസെൽവ്സ്. ഒരു ആംബുലൻസ് അതിലൂടെ കടന്നു പോകുമ്പോൾ ആ ആംബുലൻസിലേക്ക് കുറച്ചും കൂടി മോർ അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അതിനെ ആകർഷിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ചുകൂടി ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ഇങ്ങനെയുള്ള സൈറനുകളും ഡിഫറെന്റ് നോയ്സസും ഉണ്ടാകുന്നത്. Especially when advancing through an intersection or in heavy traffic. അല്ലെ, കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടത് ഏതൊക്കെ സ്ഥലത്താണ്? വളരെ ഹെവി ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ, അല്ലെ, ഒത്തിരി ആളുകൾ തിരക്കുള്ള ഇടങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റൻഷൻ, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടതായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ആംബുലൻസ് വരുന്ന സമയത്ത് മാക്സിമം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കി നൽകണമെങ്കിൽ ഇങ്ങനെയുള്ള ഹെവി ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിലാണ് വരുന്നതെങ്കിൽ അവിടെ എന്താ പറ്റുക? അവർ ഈ ഒരു ആംബുലൻസിന്റെ സൈറൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആംബുലൻസ് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അവർക്കുള്ള വഴി ഒരുക്കി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചെയ്തു വെക്കാനായിട്ട് പറ്റും, അല്ലെ? അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം അവർക്ക് നഷ്ടമാവുകയില്ല. അപ്പൊ ആ ഒരു പേഷ്യന്റ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അവരെ ഉടനടി നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഹെവി ട്രാഫിക് ഉള്ള സമയത്ത് അല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഏരിയയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള സൈറനുകളും ഇങ്ങനെയുള്ള വാർണിങ്ങുകളും കിട്ടുന്നത് വഴി പെട്ടെന്ന് തന്നെ സുരക്ഷിതമായിട്ട് ആ ഒരു ആംബുലൻസിന് അതുകൂടി കടന്നു പോകാനായിട്ട് പറ്റും. Next, a new development is the use of RDS, that is Radio Data System of car radios. നമ്മുടെ കാർ റേഡിയോയിലൊക്കെ ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. നമ്മുടെ കാർ റേഡിയോയിലൊക്കെയുള്ള ഒരു RDS റേഡിയോ ഡേറ്റ സിസ്റ്റം ഉണ്ടല്ലോ. അങ്ങനെയുള്ള റേഡിയോ ഡേറ്റ സിസ്റ്റം നമ്മുടെ കാർ റേഡിയോയിലേക്ക് പോലെ നമ്മുടെ റേഡിയോ തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആംബുലൻസുകളിൽ ഇങ്ങനെയുള്ള RDS സിസ്റ്റം എക്യുപ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിലുള്ള ആ ഭാഗത്തുള്ള മറ്റ്, അതായത് ഈ RDS എക്യുപ്ഡ് ആയിട്ടുള്ള മറ്റു വാഹനങ്ങൾ അതിലേക്ക് നമുക്കൊരു എമർജൻസി മെസ്സേജുകൾ കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആംബുലൻസ് ഒരു ഭാഗത്തേക്ക് ഒരു ഭാഗത്തൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അവിടെ ഹെവി ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോ എല്ലാ വാഹനങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെസ്സേജുകൾ കൊടുക്കാൻ പറ്റില്ല. മറിച്ച് ഈ RDS എന്ന് പറയുന്നത് ഇത് റേഡിയോ ഡേറ്റ സിസ്റ്റം, ഈ RDS എക്യുപ്ഡ് ആണ്. ആ ഒരു ആംബുലൻസിൽ RDS ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് സജ്ജമാക്കിയിട്ടുള്ള ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം RDS സിസ്റ്റം യൂസ് ചെയ്യുന്ന മറ്റു വാഹനങ്ങൾ ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജുകൾ, എമർജൻസി മെസ്സേജുകൾ ഈ ആംബുലൻസിൽ നിന്നും ആ മറ്റ് RDS എക്യുപ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരെണ്ണം വരുന്നതാണ് the ambulance is equipped with a short range FM transmitter which forming the radio of all cars within range. ഇവിടെ FM transmitter എന്ന് പറയുന്നത് which forming the radio of all cars within range. ഇവിടെ ആ ഒരു FM റേഡിയോ അല്ലെങ്കിൽ FM നമ്മുടെ RDS റേഡിയോ സിസ്റ്റം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്ററും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇത് രണ്ടും ഒരേ യൂസിന്
വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. എമർജൻസി മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുക, കൈമാറുക എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. സെയിം യൂസേജ് ആണ്. അതായത് ഇപ്പൊ RDS എക്വിപ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ ഇതേ RDS സിസ്റ്റം സജ്ജീകരിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളിലേക്ക്, ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിലുള്ള മറ്റു വാഹനങ്ങളിലേക്ക് നമുക്ക് എമർജൻസി മെസ്സേജ് കൈമാറാം. അതുപോലെ തന്നെയാണ് ഈ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്ററും ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുന്ന, അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ആംബുലൻസ് ഒരു ഏരിയയിലേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു ആംബുലൻസിൽ ഇതിലുള്ള FM ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്ററോ അല്ലെങ്കിൽ RDS സജ്ജീകരിച്ചിട്ടുള്ള ഒരു ആംബുലൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് മെസ്സേജുകൾ, എമർജൻസി മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാം. അത് കിട്ടുന്നത് ആൾക്കൊക്കെയാണ് ആ പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുന്ന ഈ സെയിം എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ ഉള്ളിലേക്കായിരിക്കും ആ മെസ്സേജുകൾ പോകുന്നത്. അപ്പൊ അത് ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു ആംബുലൻസ് വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയം ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ മാത്രമുള്ള വാഹനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ചെല്ലുള്ളൂ. ആ റേഞ്ച് കഴിഞ്ഞാൽ പുറത്ത് വേറെ എവിടെയെങ്കിലും നിൽക്കുന്ന വാഹനങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആംബുലൻസ് ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്, ആ വഴിയിലുള്ള പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള RDS അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ ഒക്കെ എക്വിപ്ഡ് ആയിട്ടുള്ള അതൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളിലേക്ക് മാത്രമേ നമ്മുടെ എമർജൻസി മെസ്സേജുകൾ നമുക്ക് കൈമാറാനായിട്ട് പറ്റുള്ളൂ. അതിനുള്ള അങ്ങനെയുള്ള പുതിയൊരു ഡെവലപ്മെന്റ് ആണ് ഈ RDS സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുപോലെ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഓഡിബിൾ വാർണിംഗിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓഡിബിൾ വാർണിംഗ് എന്ന് പറഞ്ഞ ഏതാ പ്രധാനമായിട്ട് വരുന്നത്? സൈറനുകളാണ് അല്ലെ. സൈറനുകളാണ് ഒരു വാഹനം ആ ഒരു സ്ഥലത്തേക്ക്, ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ്, അതിന്റെ പ്രസൻസ് കാണുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ സൗണ്ടുകൾ കേട്ടുകൊണ്ട് തന്നെ ഒരു ആംബുലൻസ് അവിടേക്ക് കടന്നു വരുന്നുണ്ട് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും ഹെവി ട്രാഫിക് ഉള്ള അല്ലെങ്കിൽ വളരെ തിരക്കുള്ള സ്ഥലങ്ങളിലൂടെ ആ ഒരു ആംബുലൻസിന് സുഗമമായിട്ട് കടന്നു പോവാനായിട്ട് ഈ ഒരു ഓഡിബിൾ വാർണിംഗിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് നോയ്സസ് ആണ് ഇതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആദ്യകാലങ്ങളിൽ ഹിയറബിൾ വാർണിംഗ് ആയിട്ട് നമ്മൾ മെക്കാനിക്കൽ ബെൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നത്. എന്നാൽ മോഡേൺ ആയിട്ടുള്ള ആംബുലൻസ് വന്നപ്പോൾ അവിടെ ഇലക്ട്രോണിക് സൈറനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു പുതിയ ഡെവലപ്മെന്റ് ആണ് RDS റേഡിയോ ഡേറ്റ സിസ്റ്റം, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. ഇത്രയേ ഉള്ളൂ. ആ ഒരു ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ ആണ് എക്വിപ്ഡ് ആയിട്ടുള്ളതെങ്കിൽ അതുവഴി നമുക്കൊരു പ്രത്യേക റേഞ്ചിനുള്ളിലുള്ള മറ്റ് ഇതേ സെയിം സംഭവം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മറ്റ് വാഹനങ്ങളിലേക്ക്, നമുക്ക് ഷോർട്ട് റേഞ്ചിനുള്ളിലുള്ള വാഹനങ്ങളിലേക്ക് നമുക്ക് മെസ്സേജുകൾ, എമർജൻസി മെസ്സേജുകൾ കൈമാറാം. അതുപോലെ തന്നെയാണ് RDS എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണെങ്കിൽ ഈ സെയിം RDS എക്വിപ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുന്ന മറ്റ് വാഹനങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? എമർജൻസി മെസ്സേജുകൾ ഈ ആംബുലൻസിൽ നിന്നും കൈമാറാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓഡിബിൾ വാർണിംഗ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ആ ഒരു വാർണിംഗ് സെക്ഷൻ, അതായത് പാസീവ് വാർണിംഗ് പറഞ്ഞു. നമ്മൾ പാസീവ് വാർണിംഗിൽ 3 എണ്ണം പറഞ്ഞു. ബാറ്റൻബർഗ് മാർക്കിംഗ് ഉണ്ട്, അതുപോലെ ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, അതുപോലെ തന്നെ സിംബലുകൾ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുമ്പോൾ അത് ഫ്ലാഷിംഗ് ലൈറ്റുകൾ തന്നെയാണ്. അത് പല രീതിയിലുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പല കളറുകളും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓഡിബിൾ വാർണിംഗിൽ വരുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് സൈറനുകളാണ്. അതിൽ ആദ്യകാലങ്ങളിൽ മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ആംബുലൻസുകളിൽ അത് ഇലക്ട്രോണിക് സൈറനുകളാണ്. അതുപോലെ തന്നെ RDS സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള FM ട്രാൻസ്മിറ്ററും പുതിയ ഡെവലപ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ്. The ambulance ride cost can be paid from several sources, and this will relay the local situation or kind of services being provided by whom and to whom. എന്താണ് ഇവിടെ ആംബുലൻസ് റൈഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ആംബുലൻസ് ഓടിക്കുന്ന ആ ഒരു തുക അല്ലെ. നമ്മളൊരു വാഹനം വിളിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു ഓർഡറിനനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കണം, വേണ്ടേ? നമ്മൾ അങ്ങനെയല്ലേ? നമ്മളൊരു എന്താണ് ഓൺലൈൻ ടാക്സിയോ മറ്റ് ഓട്ടോയൊക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അവരോടുന്ന ആ ഒരു റേഞ്ച് പറഞ്ഞ ഇത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ തുക കൊടുക്കണം അല്ലെ. ആ ഓടിയ തുക അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആംബുലൻസ് വിളിച്ചാലും നമ്മൾ അങ്ങനെയുള്ള തുക കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? അപ്പൊ അതുപോലെ തന്നെ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് വിൽ റിലേ ദ ലോക്കൽ സിറ്റുവേഷൻ. അപ്പൊ ഒരു ആംബുലൻസിന് കൊടുക്കേണ്ടതായിട്ടുള്ള അങ്ങനെയുള്ള ആ ഓടിയ ആ ഓട്ടത്തിനുള്ള ആ ഒരു ചിലവായ തുക, ആ ഒരു തുക എങ്ങനെയാണ് കൊടുക്കേണ്ടത്?
പറയുന്നത് റിലേ ദ ലോക്കൽ സിറ്റുവേഷൻ, അവരുടെ ആ ഒരു വ്യക്തിയുടെ ലോക്കൽ സിറ്റുവേഷൻ അനുസരിച്ച്, അതുപോലെ ഏത് തരം സർവീസ് ആണ് ആംബുലൻസ് തന്നത് നമുക്ക് എന്നതിനനുസരിച്ച്, അതുപോലെ ആര് ആർക്ക് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെ ഈ തുക കൊടുക്കുന്നതിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതിൽ നമുക്ക് 4 സർവീസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, സെക്കൻഡ് വൺ ആണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, തേർഡ് വൺ ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഫോർത്ത് വൺ ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അതിൽ ഫസ്റ്റ് വൺ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ ഗവൺമെന്റ് ഓഫീസുകളാണ് നമുക്കൊരു ആംബുലൻസ് സേവനം തരുന്നത്. അതിൽ അങ്ങനെ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ നമുക്ക് ആംബുലൻസ് സർവീസ് തരാറുണ്ടോ? ഇല്ലേ? ഒന്ന് പറഞ്ഞോക്ക്. രാവിലെ തന്നെ എന്താ ആരും ഒരു ഉഷാറില്ലാതിരിക്കണേ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അല്ലെ, അതുപോലെ തന്നെ എന്താ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാ? ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ പഞ്ചായത്ത് ആവാം, മുനിസിപ്പാലിറ്റി അല്ലെ, അങ്ങനെയുള്ള കോർപ്പറേഷൻ പോലെയുള്ളവയുടെ കീഴിൽ ഇങ്ങനെയുള്ള ആംബുലൻസ് സർവീസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ആംബുലൻസ് സർവീസിൽ വരുന്നതാണ്. ഗവൺമെന്റ് ഫണ്ടഡ് കേട്ടാ. Okay, government funded services. The full or the majority part of the cost of transport by ambulance is borne by the local, regional or national government through their ordinary taxation. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഫണ്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. അപ്പൊ അത് നമ്മുടെ ആരായിരിക്കും? ചിലപ്പോൾ നമ്മുടെ ലോക്കലായിട്ട് നമ്മുടെ പഞ്ചായത്തുകളിലൂടെ ആവാം, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൂടെ ആവാം. അങ്ങനെ ഗവൺമെന്റ് ഫണ്ട് കൊടുത്തുകൊണ്ട് ഒരു ആംബുലൻസ് സർവീസ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു ആംബുലൻസ് സർവീസിൽ ചിലപ്പോ പൂർണ്ണമായിട്ടുള്ള തുകയും അവര് തന്നെ ഗവൺമെന്റിന്റെ കീഴിൽ അവര് തന്നെ എന്ത് ചെയ്യും? ചെലവാക്കിക്കോളും. എന്നാൽ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള തുക നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. മെജോറിറ്റി, അതിന്റെ ഒരു ഭൂരിഭാഗം തുകയും അവര് തന്നെ എന്ത് ചെയ്യും? ചെലവാക്കും. അപ്പൊ നമ്മളൊരു ആംബുലൻസ് സർവീസ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് പുറമേ എന്തൊരു ആംബുലൻസ് സർവീസ് വിളിച്ചാലും അതിന്റെ തുക, പുറമേ ആംബുലൻസ് സർവീസ് എന്നല്ല മറ്റേതൊരു വാഹനം നമുക്ക് ഓടാൻ വിളിച്ചാലും നമ്മൾ അവരുടെ ആ ഒരു പറയുന്ന തുക, നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്ന തുക നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതേസമയം ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആകുമ്പോൾ ഈ ഗവൺമെന്റ് ഫണ്ട് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം തുകയും അവർ തന്നെ എന്ത് ചെയ്യും? അതില് കൊടുത്തിരിക്കും. നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു തുക, ചിലപ്പോ ഫുൾ പൈസയും ഒന്നും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് നമുക്ക് തരാം. ഫുൾ എമൗണ്ട് ആ ഗവൺമെന്റ് സർവീസ് ചെയ്യുന്നത്, ഇപ്പൊ ലോക്കൽ, ഇപ്പൊ പഞ്ചായത്താണ് തരുന്നത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷന് കീഴിലുള്ളതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് കീഴിലുള്ളതാണെങ്കിൽ അവര് തന്നെ ആ തുക എന്ത് ചെയ്യും? അതിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഭൂരിഭാഗവും അവർ കൊടുക്കും, ചെറിയ രീതിയിലുള്ള ഒരു തുക മാത്രമേ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അങ്ങനെയുള്ള ഒരു സേവനമാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ നാഷണൽ ഗവൺമെന്റിന്റെ കീഴിൽ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സേവനമാവാം, റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫീസുകളുടെ കീഴിൽ വരുന്ന സേവനമാവാം. അവിടെ ഫുൾ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കോസ്റ്റ്, ആ ഒരു ചെലവാകുന്നതിന്റെ ഫുൾ അല്ലെങ്കിൽ മെജോറിറ്റി ഭൂരിഭാഗവും ആര് കൊടുക്കും? ആ ഒരു ആംബുലൻസ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളത് അത് ആരാ കൊടുക്കുന്നത്? ആര് നിർവഹിക്കുന്നതാണ്? ബോർഡ് എന്ന് പറഞ്ഞാൽ നിർവഹിക്കുന്ന ആരാ? ആ ലോക്കൽ അല്ലെങ്കിൽ റീജിയൻ അല്ലെങ്കിൽ നാഷണൽ ഗവൺമെന്റ്, ഇൻക്ലൂഡിംഗ് ടാക്സ് ഉൾപ്പെടെ അവർ തന്നെ എന്ത് ചെയ്യും? പേ ചെയ്യും. ഫുള്ളായിട്ട് ചെയ്യും, ചിലപ്പോ മെജോറിറ്റി ഭൂരിഭാഗവും അവർ തന്നെ കൊടുക്കും, ചെറിയ തുക ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരാം. അതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. പേരിൽ നിന്ന് തന്നെ അറിയാലോ, നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് തുക കൊടുക്കും? ആര് തുക കൊടുക്കേണ്ടി വരിക? പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഈ വാഹനം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൊടുക്കണ്ടേ? ഫുൾ എമൗണ്ട് നമ്മൾ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇവിടെയും പ്രൈവറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സർവീസ് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽസ്. ആരാണോ വിളിക്കുന്നത് അവർ തന്നെ മുഴുവൻ തുകയും, ആ ഒരു ആംബുലൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ചെലവായ മുഴുവൻ തുകയും അവർ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. ഇനി ഇൻഷുറൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ
ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെയുള്ള കവറേജ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി ചില കേസുകളിൽ അവർക്ക് ഇങ്ങനെയുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈവറ്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലെ. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് വിളിക്കുന്ന സമയത്ത് ആ മുഴുവൻ ആ ഒരു ആംബുലൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ചിലവായ മുഴുവൻ തുകയും ആരാണോ ആംബുലൻസ് സർവീസ് വിളിച്ചത് അവർ തന്നെ മുഴുവൻ തുകയും കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കവറേജ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കീഴിൽ ഇൻഷുറൻസ് പോളിസിക്ക് അത്ര വലിയ പോളിസിക്ക് ആണെങ്കിലാണ് അങ്ങനെയുള്ള ഇൻഷുറൻസ് കവറേജ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കവറേജ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് പേ ചെയ്തുകൊള്ളും. അതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. നമുക്കറിയാലോ ചാരിറ്റി അല്ലെ. ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു ചാരിറ്റി നമുക്കൊരു സേവനം തരാണെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കും? ചാരിറ്റി എന്ന് പറയുമ്പോ അവരൊരു സേവനം അല്ലെങ്കിൽ ഒരു കാരുണ്യ അതെ ഫ്രീ ആയിരിക്കും അല്ലെ. എപ്പോഴും ഫ്രീ ആയിരിക്കും ചാരിറ്റി വഴി തരുമ്പോ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ദ ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ എ ചാരിറ്റി. അവരുടെ ആ ഒരു സഹായം അല്ലെങ്കിൽ ചാരിറ്റിയുടെ കീഴിൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു ആംബുലൻസ് ട്രാൻസ്പോർട്ട് സർവീസ് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ചാരിറ്റി ഫണ്ടഡ് സർവീസ് ആണ്. ഇതിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് ആംബുലൻസ് സർവീസ്. ഓൾദോ കോൺട്രിബ്യൂഷൻസ് മേ ബി സോൾഡ് ഫോർ സർവീസസ് റിസീവ്ഡ്. ഇനി ഇങ്ങനെയുള്ള സേവനങ്ങൾ അവർ നമുക്ക് തരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള സംഭാവനകളൊക്കെ അവർ സ്വീകരിക്കാറുണ്ട്. പൈസയായിട്ട് വേണമെന്നല്ല അവർ പറയുന്നത്. ഇപ്പൊ ഒരാൾ മരിച്ചു, ഇപ്പൊ കിടപ്പിലായിരുന്നു, ഒരു രോഗിയായിരുന്നു, അപ്പൊ അവര് മരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി ട്രീറ്റ്മെന്റിലൊക്കെ ഇരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചതായിട്ടുള്ള ഇനി അവർക്ക് ആവശ്യമില്ലാത്ത എന്നാൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള അധികം കേടുപാടുകളൊന്നും പറ്റാത്ത ഇപ്പൊ വാട്ടർ ബെഡുകളോ അതുപോലെ തന്നെ വീൽ ചെയറുകളോ സ്ട്രക്ചറുകളോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ആ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒരു സംഭാവനയായിട്ട് നമ്മൾ നൽകുകയാണെങ്കിൽ അവരത് സ്വീകരിക്കും. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർ സ്വീകരിക്കുന്നത്? ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടാൻ അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ ഇവർ സ്വീകരിക്കുന്നുണ്ട്. അല്ലാതെ ഈ ഒരു ആംബുലൻസ് സേവനം അവർ നമുക്ക് നൽകുന്നതിന് യാതൊരു ഫീസും ഈടാക്കുന്നില്ല. ഗിവ് ഫ്രീ ഓഫ് ചാർജിലാണ് നമ്മളിവിടെ ഈ ഒരു സേവനം ചാരിറ്റി ഫണ്ടഡ് സർവീസ് വഴി പേഷ്യൻസിന് കൊടുക്കുന്നത്. ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു ആംബുലൻസ് ട്രാൻസ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള സേവനത്തിന് ഒരു തുകയും നമ്മൾ ഫ്രീ ആയിട്ടാണ് അവർ തരുന്നത്. ഒരു തുകയും ചാരിറ്റിയുടെ ബേസിൽ അവർ വാങ്ങുന്നില്ല. മറിച്ച് ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അവർ കൊടുക്കുകയാണെങ്കിൽ അവർ സ്വീകരിക്കും. അത് ഇൻ കേസ് എന്താണ് വില അവർ മറ്റു പേഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാട്ടർ ബെഡുകൾ, അതായത് കേടുപാടുകൾ അധികം ഇല്ലാത്ത മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. വാട്ടർ ബെഡുകളോ അല്ലെങ്കിൽ എന്താ വാക്കിംഗ് സ്റ്റിക്കുകളോ സ്ട്രക്ചറുകളോ വീൽ ചെയറുകളോ അങ്ങനെയുള്ള എന്തുമായിക്കോട്ടെ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവരത് സ്വീകരിക്കും. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ലാസ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ അറിയാലോ ഹോസ്പിറ്റലുകാര് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റൽസ് മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ്. എന്ത് കണ്ടീഷൻ അനുസരിച്ചാണ്? നമ്മുടെ ഒരു പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമ്മൾ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ പറഞ്ഞല്ലോ. ഇനി ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ അപ്പൊ അവിടേക്കുള്ള ഹോസ്പിറ്റലിലുള്ള അവര് തരുമ്പോ എങ്ങനെയാ തരാറ്? അവരിപ്പോ നമുക്കൊരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ആംബുലൻസ് സേവനം ആവശ്യമായിട്ട് വരാണെങ്കിൽ ഹോസ്പിറ്റലുകാരെ നമുക്ക് ആംബുലൻസ് സേവനം എങ്ങനെയാ തരാ? പൈസ കൊടുക്കണോ അതോ ഫ്രീ ആയിരിക്കോ? എങ്ങനെയായിരിക്കും? പൈസ കൊടുക്കണം അല്ലെ. പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ചില ഹോസ്പിറ്റലുകാര് അവർക്ക് ഇത് ഫ്രീ ആയിട്ട് അവർ കൊടുക്കും. അത് എന്ത് കണ്ടീഷനിലാണ്? ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. അത് ആ കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. ഹോസ്പിറ്റൽ മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ്. ചില സന്ദർഭങ്ങളിൽ ചില കണ്ടീഷൻസിൽ അവർ ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ ഈ ഒരു ആംബുലൻസ് സേവനം കൊടുക്കാറുണ്ട്. എന്ത് കണ്ടീഷനാണ് നോക്കി? ഓൺ ദ കണ്ടീഷൻ ദാറ്റ് പേഷ്യൻസ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസസ് വിച്ച് ദേ
may have to pay for അല്ലെ. അതായത് ആ ഹോസ്പിറ്റലില് പേഷ്യൻസ്, അതായത് ഇപ്പൊ ഒരാള് കുറെ ഇപ്പൊ ഒരാള് പെട്ടെന്ന് മരണപ്പെട്ടു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തി, അല്ലെങ്കിൽ എന്താണ് കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരുന്ന അവിടെ തന്നെ കിടന്ന് താമസിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരാള് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, ഒരാൾ മരണപ്പെട്ടു. അപ്പൊ അങ്ങനെ മരണപ്പെട്ട് കഴിയുമ്പോൾ അത്രയും നാളും അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മുഴുവൻ പൈസയും അവർ ചെലവാക്കിയിരിക്കുന്നത് ഏത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്? ആ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ, അതായത് ഹോസ്പിറ്റലിൽ ഒത്തിരി നാള് ട്രീറ്റ്മെന്റിൽ കിടന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക്, അതായത് അവർ അത്രയും നാളും ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ തുകയും ചെലവാക്കിയിരിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ടി തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? അങ്ങനെയുള്ള പ്രത്യേക കണ്ടീഷൻസിൽ മാത്രം അവർ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിലുള്ള ആംബുലൻസ് സേവനം ആ പേഷ്യന്റിന് ഫ്രീ ആയിട്ട് കൊടുക്കും. അല്ലാത്ത കണ്ടീഷനിലെല്ലാം അവർ എന്താ ചെയ്യാ? നമുക്കൊരു ആംബുലൻസ് സേവനം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവർ ആ ആംബുലൻസ് സേവനം നമുക്ക് ലഭ്യമാക്കി തരും. ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഉള്ളവരാവാം അത് അവൈലബിൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് സേവനം നമുക്ക് ലഭ്യമാക്കി തരും. അതിന്റെ തുക മുഴുവനും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. പ്രത്യേക കണ്ടീഷന് വരുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ ഒത്തിരി പൈസ കൊടുത്ത് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അവർ മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ കണ്ടീഷൻ കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആവുന്ന കേസുകൾ വരുമ്പോൾ മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? അവർ നമുക്ക് ആ ഒരു ആംബുലൻസ് സേവനം ഫ്രീ ആയിട്ട് തരുന്നത്. അല്ലാത്ത പക്ഷം അവർ ഫുൾ പൈസയും നമ്മുടെ കയ്യിൽ നിന്നും ആ ഒരു ആംബുലൻസ് സേവനത്തിനായിട്ട് ഈടാക്കിയിരിക്കും. അതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അത് പ്രത്യേക കണ്ടീഷനിൽ മാത്രം ഫ്രീ ആയിട്ട് തരുന്നു. 4 കണ്ടീഷൻ ആ സർവീസ് ആണ് നമ്മൾ പറയുന്നത്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ കീഴിൽ അവർ ഫണ്ട് കൊടുത്തുകൊണ്ട് നടത്തുന്ന സർവീസ് ആണ്. അത് നമ്മുടെ ലോക്കൽ ബോഡി, നമ്മുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ പോലുള്ളവ നടത്തുന്നതാവാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കീഴിൽ നടത്തുന്ന എല്ലാ സേവനങ്ങളും ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആണ്. ഇവിടെ ഫുൾ ഫ്രീ ആയിട്ട്, അതായത് ഫുൾ ആയിട്ടുള്ള എമൗണ്ടും അവർ തന്നെ കൊടുത്തോളും, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗവും അവർ തന്നെ ചിലവാക്കും. ചെറിയൊരു ഭാഗം ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും സേവനവുമായി ബന്ധപ്പെട്ട തുക. അതുപോലെ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ആകുമ്പോൾ ആ തുക മുഴുവനും ആരാണോ ആ സേവനം വിളിച്ചത്, ആംബുലൻസ് സർവീസ് ആരാണോ വിളിച്ചത് അവർ തന്നെ മുഴുവൻ തുകയും ചെലവാക്കേണ്ടതായിട്ട് വരും. ഇനി എന്തെങ്കിലും ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻഷുറൻസ് കമ്പനി ആ തുക ചിലപ്പോൾ ചെലവാക്കാറുണ്ട്. നെക്സ്റ്റ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് ആകുമ്പോൾ ചാരിറ്റിയുടെ കീഴിൽ ഫ്രീ ആയിട്ടാണ് ഈ സർവീസ് പേഷ്യൻസിന് കൊടുക്കുന്നത്. ചെറിയ രീതിയിലുള്ള സംഭാവനകളെയും കോൺട്രിബ്യൂഷൻസ് അവരെന്ത് ചെയ്യാറുണ്ട്? വാങ്ങിക്കാറുണ്ട്. അത് എങ്ങനെയൊക്കെയുള്ളതാണ്? മറ്റുള്ളവർ യൂസ് ചെയ്തിട്ടുള്ള വാക്കിംഗ് സ്റ്റിക്കുകളോ വീൽ ചെയറുകളോ അതുപോലെയുള്ള വാട്ടർ ബെഡുകൾ പോലെയുള്ള ഐറ്റംസ്. അതുപോലെ ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുകാര് ചില പേഷ്യൻസിന് പ്രത്യേക കണ്ടീഷനുള്ള ആളുകൾക്ക് മാത്രം ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. എങ്ങനെയുള്ള കണ്ടീഷനാണ്? ആ ഹോസ്പിറ്റൽ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ട് മരണപ്പെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആയവരോ ഒക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രം, അവരുടെ പ്രത്യേക കണ്ടീഷന് മാത്രം അവർ ആ ഒരു ആംബുലൻസ് സർവീസ് ഫ്രീ ആയിട്ട് തരും. അല്ലാത്ത പക്ഷം മുഴുവൻ തുകയും നമ്മൾ തന്നെ, ആരാണോ ആ സേവനം ആവശ്യപ്പെട്ടത് അവർ തന്നെ മുഴുവൻ തുകയും നൽകേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? അത്രയും ആ കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തെ 4 സർവീസും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്നതാണ് എമർജൻസി സർവീസസ്. കേട്ടിട്ടുണ്ടോ? 108 എന്ന് പറയുന്ന നമ്പർ. എന്തിനാ 108 നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ 108 എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്യുന്നത്? ഏത് എമർജൻസി സർവീസിന് വേണ്ടിയാ? ഏത് എമർജൻസി സർവീസിന് വേണ്ടിയാ? കോൾ ചെയ്യാനായിട്ടാ. ഏത് ആംബുലൻസ് എന്ന് പറയുന്ന ഒരു സർവീസിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ ആംബുലൻസ് സേവനം നമുക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന നമ്പറാണ്, എമർജൻസി സർവീസിന് വേണ്ടി വിളിക്കുന്ന നമ്പറാണ് 108 എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യന്. 108 108 എന്ന് പറയുന്ന എമർജൻസി സർവീസ് നമ്പർ ഏത് സർവീസിന് വേണ്ടിയിട്ടാണ്? ആംബുലൻസ് എന്ന് പറയുന്ന സേവനം നമുക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട്, എമർജൻസി സിറ്റുവേഷൻസിൽ ആംബുലൻസ് എന്ന് പറയുന്ന സേവനം ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന നമ്പറാണ് 108 അല്ലെങ്കിൽ 108 എന്ന് പറയുന്ന നമ്പർ. ഓപ്ഷന് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 102 112 118 ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് മാറിപ്പോവാതെ
108 കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കി ഹൗ ഇറ്റ്സ് വർക്ക്. ഈ ഒരു 108ലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നോക്കി, when an emergency is intimated through 108. അപ്പൊ നമ്മൾ ഈ 108ലേക്ക് ഇപ്പൊ വിളിക്കുകയാണ് വേണ്ടി നമ്മളാണ് വിളിക്കുന്നത് എന്നൊന്ന് സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ വിളിക്കുകയാണ്, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്റിമേറ്റ് ചെയ്യാൻ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ അവരെ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ കാണുകയാണ്, അപ്പൊ നമ്മളാണ് വിളിച്ചു പറയുന്നത് ഇന്ന ആംബുലൻസ് സർവീസ് വേണം, ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കേണ്ടേ, കാരണം അവർ വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ വിളിച്ചറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആരായി? കോളറായ അല്ലെ? നമ്മുടെ അവിടെ വിളിക്കുന്ന ആ കോളർ എന്ന് പറയുന്നത്. അപ്പൊ ആ കോളർ അല്ലെങ്കിൽ ആ വിളിക്കുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കൊണ്ട് വേണം അവരെ വിളിച്ച് പറയാനായിട്ട്. കാരണം അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇവിടെ നിന്ന് മറുപടി കൊടുക്കാനുണ്ടായിരിക്കണം. അതാണ് ദ കോളർ കളക്ട് ദ നീഡഡ് ബേസിക് ഇൻഫർമേഷൻ ആൻഡ് സെൻസ് അപ്രോപ്രിയേറ്റ് സർവീസസ്. അപ്പൊ നമ്മൾ ആ ഒരു കോളർ എന്ത് ചെയ്യണം? ആ ഒരു എമർജൻസി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ചില ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം ആ 108 എന്ന് പറയുന്ന ആ ഒരു ആംബുലൻസ് സർവീസ് നമ്പറിലേക്ക് വിളിക്കാനായിട്ട്. ഇനി എന്തൊക്കെ പ്രൈമറി ഇൻഫർമേഷൻ ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. where the call is placed from. ഇനി എവിടെ നിന്നാണ് ആ കോൾ വിളിച്ചിരിക്കുന്നത്, എവിടെ നിന്നാണ് ആ കോൾ വിളിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണ്ടേ. എവിടെയാണ് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ നടന്നത്, ആ ഒരു എമർജൻസി സ്ഥലം എവിടെയാണ്, അവിടെ നിന്നായിരിക്കുമല്ലോ നമ്മൾ വിളിക്കുക. അല്ലാതെ നമ്മൾ 2-3 കിലോമീറ്റർ മാറിപ്പോയി നിന്നായിരിക്കില്ലല്ലോ വിളിക്കുന്നത്. എപ്പോഴാണ് ഇപ്പൊ ഒരു ആക്സിഡന്റ് നമ്മൾ കൺമുമ്പിൽ നടന്നാൽ നമ്മൾ ഉടനെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ച് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെ നിന്നാണ് നമ്മൾ ആ കോൾ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുക. ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, ഏത് താലൂക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ ഏത് സിറ്റിയിലുള്ളതാണ്, ഏത് ടൗൺ ആണ്, എക്സാക്ട് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണ്, ലാൻഡ്മാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ആ കോളറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എമർജൻസി ടൈപ്പ്. ഏത് തരത്തിലുള്ള എമർജൻസി ആണ് നമ്മൾ മുന്നിൽ കണ്ടിരിക്കുന്നത്. ഇപ്പൊ ആക്സിഡന്റ് ആണെങ്കിൽ ഇന്ന ആക്സിഡന്റ് പറ്റിയതാണ്, അപ്പൊ ഒത്തിരി പേരൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ, അതാണ് അടുത്തത് വരുന്നത്. നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചേർഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചേർഡ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ അതിൽ ഒത്തിരി പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ പ്രസന്റ്ലി അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താണ്, അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു എമർജൻസി തരം ഏത് തരത്തിലുള്ള ആക്സിഡന്റ് ആണോ, ഇനി എന്തെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളവയാണോ, അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ ആണ്, എമർജൻസി സിറ്റുവേഷൻ ആണ് അവരോട് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതെന്തിനു വേണ്ടിയാ? അവർക്ക് അതിനനുസരിച്ചുള്ള ആംബുലൻസ് സേവനം ഇങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങള് ഈ വിളിക്കുന്ന കോളർ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ the caller's name and the contact number for location guidance if needed. അതുപോലെ ആ വിളിക്കുന്ന കോളറുടെ പേരും കോണ്ടാക്ട് നമ്പറും കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത്? ഫോർ ലൊക്കേഷൻ ഗൈഡൻസ് ഇഫ് നീഡഡ്. അപ്പൊ അവർ വരുന്ന വഴിക്ക് അവർക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ലൊക്കേഷനിൽ സ്ഥലത്തേക്ക് എത്താൻ പറ്റാതെ വന്നതിന് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കൃത്യ സ്ഥലത്തേക്ക് എത്താനായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ആ കോളറിന്റെ പേരും നമ്പറും വാങ്ങിച്ചു വെക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൈമറി ഇൻഫർമേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ കോളർ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ഒരു 108 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് ഒരു ആംബുലൻസ് സേവനം ആവശ്യപ്പെടാനായിട്ട്. അപ്പൊ ആംബുലൻസ് സേവനത്തിലേക്ക് അവർ വിളിക്കുന്ന സമയത്ത് അവിടെയുള്ള ആ ഓപ്പറേറ്റർ, എമർജൻസി ഓപ്പറേറ്ററിനെ വിളിക്കുന്ന സമയത്ത് അവരെടുത്തു കഴിയുമ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ കോളറിന് സാധിക്കും. എന്തൊക്കെയായിരുന്നു? വേർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം. എവിടെ നിന്നാണ് ഈ കോൾ വിളിക്കുന്നത്, കൃത്യമായിട്ടുള്ള ജില്ല, അതുപോലെ നമ്മുടെ ടൗൺ, സിറ്റി, ഏത് സിറ്റിയിൽ നിന്നാണ്, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണ്, ഇനി എന്തെങ്കിലും ലാൻഡ്മാർക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് ആ സ്ഥലത്തെ കുറിച്ചുള്ള വിവരണം കൊടുത്തിരിക്കണം. രണ്ടാമതായിട്ട് ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, ആക്സിഡന്റ് ആണോ, സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മൂലമാണോ, എന്താണ് ആ പേഷ്യന്റിന്റെ അതിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്, ഏത് തരത്തിലുള്ള കണ്ടീഷൻ ആണ് എന്നുള്ള
അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ എത്ര പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, നിലവിൽ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കോളേഴ്സ് നെയിം ആൻഡ് കോൺടാക്ട് നമ്പർ ഫോർ ലൊക്കേഷൻ ഗൈഡൻസ് ഇഫ് നീഡഡ്. അതുപോലെ തന്നെ ആ കോളേഴ്സിന്റെ നെയിമും കോൾ ചെയ്യുന്ന വ്യക്തിയുടെ പേരും അവരുടെ ആ നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവർക്ക് ലൊക്കേഷൻ ആ ഒരു കൃത്യമായ സ്ഥലത്തേക്ക് എത്താനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാമെങ്കിൽ അവർ ഈ ഒരു നമ്പറിൽ കോള് കളക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അവര് ആ ഒരു സ്ഥലത്തേക്ക് കൃത്യമായിട്ട് എത്താനുള്ള ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആ ഒരു നമ്പർ ആൻഡ് നെയിം കാണിക്കുന്നത്. ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. Okay, thank you.